ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗബ്രിയൽ ഒക്കാര എഴുതിയ വേർ ഐ ടു ചൂസ് എന്ന കവിതയുടെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തെടുക്കുക. അപ്പം നമുക്കൊട്ട് ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുക. ആദ്യം നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് എഴുത്തുകാരനെ പറ്റിയിട്ടാണ്, ഗബ്രിയൽ ഒക്കാര. ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഗബ്രിയേൽ ഇമോമോട്ടിമി ഒക്കാര എന്നാണ്. ഇദ്ദേഹം ജനിച്ചത് ഏപ്രിൽ 24, 1921 മരണപ്പെടുന്നത് മാർച്ച് 25, 2019. ഇദ്ദേഹം നൈജീരിയൻ കവിയാണ്, നോവലിസ്റ്റുമാണ്. അദ്ദേഹം നൈജീരിയയിലെ ബയേൽസ സ്റ്റേറ്റിലെ യെനഗോവിലെ ബുമൗണ്ടയിൽ ജനിച്ചു. ആംഗ്ലോഫോൺ ആഫ്രിക്കയിലെ ആദ്യത്തെ ആധുനിക കവിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആദ്യകാല പരീക്ഷണ നോവലാണ് ദി വോയിസ്. ഇദ്ദേഹത്തിൻ്റെ അവാർഡ് നേടിയ കവിതയാണ് ദി ഫിഷർമാൻസ് ഇൻവൊക്കേഷൻ, ദി ഡ്രീമർ, ഹിസ് വിഷൻ എന്നിവ. ഇതിലൂടെ അദ്ദേഹം പ്രശസ്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകളിലും ഗദ്യത്തിലും ഒക്കാര ആഫ്രിക്കൻ ചിന്തകൾ, മതം, നാടോടി കഥകൾ എന്നിവയാണ് പ്രമേയമായി കൊണ്ടുവന്നിരുന്നത്. അദ്ദേഹത്തെ നൈജീരിയൻ നെഗ്രിറ്റ്യൂഡിസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്നു. വേർ ഐ ടു ചൂസ്, ഞാൻ എവിടെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. പബ്ലിഷ്ഡ് ഇൻ ഗബ്രിയൽ ഒക്കാര, കളക്റ്റഡ് പോയംസ് ഇൻ 2016. അദ്ദേഹത്തിൻ്റെ കളക്റ്റഡ് പോയംസ് 2016 പബ്ലിഷ് ചെയ്ത കളക്റ്റഡ് പോയംസിലാണ് നമ്മൾ പഠിക്കുന്ന വേർ ഐ ടു ചൂസ് എന്ന കവിത ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇറ്റ് ഈസ് എ റെമിനിസെൻറ്റ് ഓഫ് ഈസ്റ്റ് പോയം ആദംസ് കേഴ്സ്. ഈസ്റ്റിൻ്റെ ആദംസ് കേഴ്സിനെ അനുസ്മരിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ കവിത. ദിസ് പോയം എക്സ്പ്രസസ് ദ എഫക്റ്റ് ഓഫ് കൊളോണിയലിസം ആൻഡ് ദ ക്വസ്റ്റ് ടു എക്സ്റ്റാബ്ലിഷ് ഹിസ് ഓൺ ഐഡൻറ്റിറ്റി. കൊളോണിയലിസത്തിൻ്റെ പ്രത്യാഘാതങ്ങളും സ്വന്തം വ്യക്തിത്വം സ്ഥാപിക്കാനുള്ള അന്വേഷണവുമാണ് ഈ കവിത പ്രകടിപ്പിക്കുന്നത്. കവിത നോക്കാം. വെൻ ആദം ബ്രോക്ക് ദ സ്റ്റോൺ and red streams ragged down to gather in the worm, an angel calmed the storm. ആദ്യത്തെ ലൈന് വെൻ ആദം ബ്രോക്ക് ദ സ്റ്റോൺ. ഈ ലൈനിൽ ബൈബിളിലെ ചരിത്രത്തിലെ ഒരു സുപ്രധാനമായിട്ടുള്ള നിമിഷത്തെയാണ് പറയുന്നത്. ഇത് ഏദൻ തോട്ടത്തിലെ ആദാമിൻ്റെ പാപത്തെയാണ് പരാമർശിക്കുന്നത്. ആദാമിൻ്റെ പാപം കൊണ്ട് തകർന്ന മാനവികതയുടെ ധാർമ്മികവും ആത്മീയവുമായിട്ടുള്ള അടിത്തറയെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടാണ് സ്റ്റോണിനെ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളും പാപത്തിൽ നിന്നുണ്ടായ ബേർഡൻസ്, അതായത് ഭാരത്തെയുമാണ്. അടിച്ചമർത്തലിൻ്റെയും കൊളോണിയലിസത്തിൻ്റെയും കല്ലുകൾ സ്വയം തകർക്കേണ്ടി വന്ന ആഫ്രിക്കൻ ജനതയുടെ പോരാട്ടങ്ങളെയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് റെഡ് സ്ട്രീംസ് റാഗ്ഡ് ഡൗൺ ടു. റെഡ് സ്ട്രീംസ് ഒരു ഇമേജറിയാണ്. ഈ ഇമേജറി ആദാമിൻ്റെ പാപത്തിൽ നിന്നുള്ള രക്തച്ചൊരിച്ചിലിനെയാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാപത്തിൻ്റെ ഫലമായിട്ട് അത് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളെയും ബാധിക്കുന്നുണ്ടെന്നാണ് പോയറ്റ് പറയുന്നത്. ഗ്യാദർ ഇൻ ദി വേം. ആദാമിൻ്റെ പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ ബാഹ്യമായിട്ട് മാത്രമല്ല മനുഷ്യരാശിക്ക് എഫക്റ്റ് ചെയ്യുന്നത്, അത് ആഴത്തിൽ തന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. വേംബ്, അതായത് ഗർഭപാത്രം, ഇവിടെ സിംബലൈസ് ചെയ്യുന്നത് സൃഷ്ടിയെയാണ്. ആൻ ഏഞ്ചൽ കാംഡ് ദ സ്റ്റോം. ഏഞ്ചൽ എന്നതിലൂടെ ഡിവൈൻ പ്രസൻസ് ആണ് പറയുന്നത്. ആദാമിൻ്റെ പാപത്തിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ പറയാനാണ് ഇവിടെ കൊടുങ്കാറ്റിലൂടെ പോയിട്ട് ശ്രമിക്കുന്നത്. അതായത് ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ മാലാക. മാലാകയിലൂടെ ഒരു ഡിവൈൻ ആയിട്ടുള്ള പ്രസൻസ് ആണ് കവി ഈ ലൈനിലൂടെ കൊണ്ടുവരുന്നത്. സ്റ്റോം, അതായത് കൊടുങ്കാറ്റിന് ഇവിടെ ആദാമിൻ്റെ പാപത്തിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ആ ഒരു എഫക്റ്റ്, അല്ല ആ ഒരു പ്രശ്നങ്ങൾ, ജനങ്ങളുടെ സ്ട്രഗിൾസിനൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് സ്റ്റോം ഇവിടെ പോയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഐ ദ ബ്രീത്ത് മ്യൂട്ട് ഇൻ കെയിൻ അൺബ്ലിങ്കിങ് ഗെയ്സ് അറ്റ് ദി വേൾഡ് വിത്തൗട്ട് ഫ്രം ദ ബ്രിങ്ക് ഓഫ് ആൻ ഏജ്. ഇവിടെ ആൻഡ് ഐ ദ ബ്രീത്ത് മ്യൂട്ട്. ബ്രീത്ത് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എക്സിസ്റ്റൻസിൻ്റെയോ എസെൻസിൻ്റെയോ ഫോമായിട്ടാണ്. മ്യൂട്ട് എന്ന വേർഡ് മൃഗീയമായിട്ടുള്ള സൗണ്ടിനെയാണ് സൂചിപ്പിക്കുന്നത്.
അല്ലെങ്കിൽ വെർണബിലിറ്റിനെയോ എസെൻസ് ഓഫ് കൺഫൈൻമെൻറ്റിനെയോ സൂചിപ്പിക്കുന്നു. അതുമല്ലെങ്കിൽ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള പോയിറ്റിൻ്റെ സ്ട്രഗിളിനെയാണ് ഇവിടെ സിംബലൈസ് ചെയ്യുന്നത്. ഇൻ കെയിൻ അൺബ്ലിങ്കിങ് ഗെയ്സ്. ഇവിടെ ഇൻ കെയിൻ അത് നെക്സ്റ്റ് ജനറേഷനെയാണ് പറയുന്നത്. കെയിൻ എന്ന റെഫറൻസ് തൻ്റെ സഹോദരൻ ആബേലിനെ കൊന്ന് ആദ്യത്തെ കൊലപാതകം നടത്തിയതിന് അറിയപ്പെടുന്ന ബൈബിളിലെ വ്യക്തിയാണ് ഇവോക്സ് ചെയ്യുന്നത്. അൺബ്ലിങ്കിങ് ഗെയ്സ് മീൻസ് ഇമവെട്ടാതെയുള്ള നോട്ടം. ഇത് സജസ്റ്റ് ചെയ്യുന്നത് ലോകത്തെ പറ്റിയിട്ടുള്ള ഫിക്സ്ഡ് ആയിട്ടുള്ളതും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒബ്സർവേഷനാണ്. ഇത് കെയിനിൻ്റെ കുറ്റബോധത്തെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അറ്റ് ദി വേൾഡ് വിത്തൗട്ട്. സ്പീക്കർ ലോകത്തെ നോക്കുകയാണ്. ഇവിടെ ഏലിനേഷനാണ് പറയുന്നത്. വേൾഡ് വിത്തൗട്ട് സജസ്റ്റ് ചെയ്യുന്നത് എക്സ്റ്റേണൽ റിയാലിറ്റിയാണ്. ഫ്രം ദ ബ്രിക്ക് ഓഫ് ആൻ ഏജ്. ഇവിടെ പരിവർത്തനത്തെയാണ് പറയുന്നത്. അതായത് പ്രധാനപ്പെട്ട ഒരു മാറ്റം വരാനിരിക്കുന്നു. അതായത് ചിലപ്പോൾ അത് ക്രൈസിസ് ആയിരിക്കാം. ദാറ്റ് ഡ്രോസ് ഫ്രം ദ ഗ്രോപ്പിംഗ് ലിപ്സ് എ ബ്രസ്റ്റ് മ്യൂട്ടഡ് ക്രൈ ടു ത്രെഡ് ദ ഇയേഴ്സ്. ഫസ്റ്റ് ലൈനിൽ ദാറ്റ് റോസ് ഫ്രം ദ ഗ്രോപ്പിംഗ് ലിപ്സ്. ദിസ് ലൈൻ ഇൻട്രൊഡ്യൂസസ് ദ ഐഡിയ ഓഫ് സെർച്ചിങ് ഓർ സീക്കിംഗ്. എ ബ്രസ്റ്റ് മ്യൂട്ടഡ് ക്രൈ. ഈ ലൈനിൽ പറയുന്നത് അടിച്ചമർത്തലിനെയാണ്. നിശബ്ദമായിട്ടുള്ള ആഫ്രിക്കൻ പീപ്പിളിൻ്റെ നിലവിളി അവർ അനുഭവിക്കുന്ന വേദനയുടെയും അടിച്ചമർത്തലിൻ്റെയുമാണ്. അവരടക്കി വച്ചിട്ടുള്ള വേദനയുടെ ആഴത്തിലുള്ള സ്വരമാണിത്. എ ബ്രസ്റ്റ് മ്യൂട്ടഡ് ക്രൈ എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ വേദനയും ദുരിതവുമൊക്കെ പുറത്തു വരാതെ അവർ മനസ്സിൽ തന്നെ അടക്കി വച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. ടു ത്രെഡ് ദ ഇയേഴ്സ്. അങ്ങനെ പറയുമ്പോൾ കഴിഞ്ഞ കാലവും വർത്തമാനകാലവും ഫ്യൂച്ചറും തമ്മിൽ തുന്നിച്ചേർക്കാൻ, അതായത് ബന്ധിപ്പിക്കാനുള്ള പോയിറ്റിൻ്റെ ശ്രമമാണ്. ആൻഡ് നൗ ദ ക്ലോസ് ഓഫ് 1 and 30 turns, the world of bonds is Babel, and the different tongues within are flames the head continually burning. And now the close of 1. ഈ ലൈനിൽ ഒരു പ്രധാന കാലഘട്ടത്തിൻ്റെ അവസാനത്തെയാണ് പറയുന്നത്. അതായത് ഒരു പുനർജന്മത്തിൻ്റെ സൂചന. ആൻഡ് 30 ടേൺസ്. ഇതൊരു കാലചക്രത്തെയാണ് പറയുന്നത്. ദ വേൾഡ് ഓഫ് ബോൺസ് ഈസ് ബാബേൽ. കാലചക്രത്തിന് ശേഷം സ്പീക്കർ ലോകത്തെ വേൾഡ് ഓഫ് ബോൺസ് എന്ന് വിളിക്കുകയാണ്. അതായത് അസ്ഥികളുടെ ലോകം. ഈ ലോകത്തെ ബാബേലായിട്ട് കമ്പയർ ചെയ്യുന്നു. ബാബേൽ എന്ന് പറഞ്ഞാൽ ബൈബിളിലെ ഒരു ഗോപുരമാണ്. ആൻഡ് ദ ഡിഫറെൻറ്റ് ടങ്സ് വിത്തിൻ ആർ ഫ്ലെയിംസ് ദ ഹെഡ് കണ്ടിന്യൂവലി ബേണിംഗ്. ഡിഫറെൻറ്റ് ടങ്സ് വിത്തിൻ എന്ന് പറയുന്നത് സ്പീക്കറുടെ മനസ്സിലുള്ള പരസ്പരം വിരുദ്ധമായിട്ടുള്ള സൗണ്ടിനെയോ തോട്ട്സിനെയോ ഒക്കെയാണ്. ആർ ഫ്ലെയിംസ് ദ ഹെഡ് കണ്ടിന്യൂവലി ബേണിംഗ്. ഇവിടെ കൊളോണിയലിസം വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് പോയറ്റ്സ് പറയുന്നത്. അപ്പം അവരുടെ മനസ്സിലുള്ള ഉത്കണ്ഠയും വേദനയും ചിന്തയും ഒക്കെയാണ് ഈ ലൈനിലൂടെ പോയറ്റ്സ് പറഞ്ഞു തരുന്നത്. അതൊക്കെ എന്താണ്, അവരുടെ ആ ചിന്തകളൊക്കെ കത്തിയിട്ട്, അതായത് ഫ്ലെയിംസ് ആയിട്ട് അവരുടെ മനസ്സിനെ പൊള്ളിക്കുന്നുണ്ട്. ആൻഡ് ഓ ഓഫ് ദിസ് ഡാർക്ക് ഹാലോ വേർ ദ ടയേർഡ് ഹെഡ് ഫ്രീ. ഡാർക്ക് ഹാലോ, ഹാലോ എന്ന് പറഞ്ഞാൽ വലയം. അപ്പോൾ ഡാർക്ക് ഹാലോ എന്ന് പറഞ്ഞാൽ ഇരുണ്ട വലയം. ഇത് അടിച്ചമർത്തലിനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ അവർക്കുണ്ടായ മാനസികാവസ്ഥ. കൊളോണിയലിസം വന്നതിന് ശേഷം അവർക്കുണ്ടായ മാനസികാവസ്ഥയായിരിക്കാം ഇത് പറയുന്നുണ്ടാവുന്നത്. അതായത് അവർക്ക് അവരുടെ സംസ്കാരമൊന്നും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല കൊളോണിയലിസം വന്നതിന് ശേഷം. അവരെ വലയം ചെയ്യുന്ന ഭാരം. ഇവിടെ ഭാരം എന്ന് പറഞ്ഞാൽ അവർ നേരിടുന്ന അടിച്ചമർത്തലുകളിനെയാണ് പറയുന്നത്. അതിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യത്തിനായി, ഫ്രീഡത്തിനായിട്ട് സ്പീക്കർ ആഗ്രഹിക്കുന്നുണ്ട്. ടയേർഡ് ഹെഡ് ഫ്രീ. ടയേർഡ് ഹെഡ് എന്ന് പറഞ്ഞാൽ മാനസിക പിരിമുറുക്കം. കൊളോണിയലിസം വന്നതിന് ശേഷം അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യത്തിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. വേറൊരു സംസ്കാരം അവരിൽ അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പോൾ അവരുടെ ഹെഡ് എന്തായി? ടയേർഡായി. അതിൻ്റെ അകത്തു നിന്നെല്ലാം ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. ആൻഡ് വെൻ ദ ഹാർമറ്റൻ ഓഫ് ഡേയ്സ് ഹാസ് പാച്ച്ഡ് ദ ത്രോട്ട് ആൻഡ് സ്കിൻ ആൻഡ് സക്ക്ഡ് ദ ഫീവർ ഓഫ് ദി ഹെഡ് എവേ. ഹാർമറ്റൻ എന്ന ടേം സൂചിപ്പിക്കുന്നത്, അതായത് റെഫർ ചെയ്യുന്നത് വരണ്ടതും പൊടി നിറഞ്ഞതുമായിട്ടുള്ള കാറ്റിനെയാണ്. ഇറ്റ് സിംബലൈസസ് ഹൗ ദ അൺഎൻഡിങ് ഫ്ലോ ഓഫ് ടൈം ആൻഡ് ഇറ്റ്സ് എഫക്റ്റ് ക്യാൻ ബി എക്സ്ഹോസ്റ്റിംഗ് ആൻഡ് ഡ്രെയിനിങ്.
അപ്പോൾ ആ ഒരു കാറ്റിൻ്റെ ഇമ്പാക്റ്റ് സ്പീക്കറിൻ്റെ ത്രോട്ടും സ്കിന്നും ഒക്കെ വരണ്ടതായി തീർക്കുന്നു. അതായത് കൊളോണിയലിസത്തിൻ്റെ ആ ഒരു വരവിനെയാണ് ഇവിടെ പറയുന്നത്. ഇത് സമയം എങ്ങനെയാണ് ശാരീരികമായിട്ടുള്ള സ്ട്രെങ്ത്തും പ്രതിരോധിക്കാനുള്ള എബിലിറ്റിയും ഇല്ലാതാക്കുന്നു എന്നാണ് പറയുന്നത്. ഫീവർ ഓഫ് ദി ഹെഡ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ഇൻറ്റൻസ് ഇമോഷണൽ ഓർ മെൻ്റൽ ടെർമോയിൽ. കാലം കഴിയും തോറും സ്പീക്കറുടെ ഇന്നർ സ്ട്രഗിൾസിൻ്റെ തീവ്രത കുറയുകയാണ്. Then the massive dark descends and flesh and bone are raised, and I cheat the worms and silence seek in stone. Then the massive dark descendants. This line suggests the arrival of profound darkness or an overwhelming end. അതായത് നിരാശയും ഹോപ്പ്ലെസ്സുമാണ് ഈ ലൈന് കാണിക്കുന്നത്. ആൻഡ് ഫ്ലഷ് ആൻഡ് ബോൺസ് ആർ റേസ്ഡ്. ഇവിടെ ഒരു ഇമേജറിയാണ്, നാശത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ഇമേജറി. കൊളോണിയലിസത്തിൻ്റെ വരവോടെ അവരുടെ സംസ്കാരവും പൈതൃകവും മായ്ച്ചു കളയുന്നതാണ് ഇവിടെ പറയുന്നത്. അതായത് കൊളോണിയലിസം അവരുടെ സംസ്കാരത്തെ ഇല്ലാതാക്കി. അവർ ഫോളോ ചെയ്യുന്നൊരു ട്രഡീഷൻ ഉണ്ടല്ലേ, അപ്പോൾ ആ ട്രഡീഷനിൽ കൊളോണിയലിസം വന്നതോടുകൂടി ഇല്ലാതാക്കി. അവരുടെ ഫ്രീഡംസൊക്കെ ഇല്ലാതായി. അവരെല്ലാം കൊളോണിയലിസം ഫോളോ ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കപ്പെട്ടു. അവരുടെ മേലിൽ ഒരു പുതിയ സംസ്കാരം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് ഈ ലൈനിൽ പറയുന്നത്. ആൻഡ് ഐ ചീറ്റ് ദ വേംസ്. ചീറ്റ് ദ വേംസ് എന്ന് പറഞ്ഞാൽ ജീർണതയുടെയും മരണത്തിൻ്റെയും വിധി ആണ് ഇവിടെ പറയുന്നത്. അതായത് ചീറ്റ് ചെയ്തു അല്ലേ സ്പീക്കർ, ആ ഒരു മരണത്തിൻ്റെയും വിധി ഒഴിവാക്കാനുള്ള ആഗ്രഹത്തെയാണ് പറയുന്നത്. ആൻഡ് സൈലൻസ് സീക്ക് ഇൻ സ്റ്റോൺ. ഈ വരി സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണ്. സ്റ്റോൺ സഹിഷ്ണുതയുടെയും സ്ഥിരതയുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്.